നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓ, അങ്ങനെ ആയിക്കോട്ടെ ടീം ലീഡർ. പിന്നെ ബോസ് നമ്മൾ ചെയ്ത കോൺസെപ്റ്റ് കണ്ടിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? കളിയൊക്കെ നിന്നെ കഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അയ്യോ, ഇത് മര്യാദയോടെ ചോദിച്ചതാ. മതി മതി, എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ശരി, വിട്ടുകള. ബോസ് എന്താ പറഞ്ഞ അത് പറയും. ബോസിന് കോൺസെപ്റ്റ് ഓക്കെയാണ്, പക്ഷെ അദ്ദേഹത്തിന് ലവ് എന്ന് പറയുന്നത് വേറെ രീതിയിലാണ്. വേറെ വിധത്തിലെന്ന് പറഞ്ഞ ലവ് എന്ന് പറയുന്നത് വെറും ലസ്റ്റ് ആണ്, അതൊക്കെ ടൈം വേസ്റ്റ് ആണെന്നാ പറഞ്ഞത്. ഇനിയിപ്പോ അദ്ദേഹം ഇതുവരെ പ്രേമിക്കാത്ത ആളായിരിക്കോ? ഞാനത് ചോദിച്ചതായിരുന്നു. സക്സസിനോട് മാത്രമേ ലവ് ഉള്ളെന്ന്. എന്തിന്? താജ്മഹാലെ ഷാജഹാന്റെ ആർക്കിടെക്ചറൽ സക്സസ് ആണെന്നാ എന്നോട് പറഞ്ഞത്. ബോസ് അങ്ങനെയൊക്കെ പറഞ്ഞു? അതെ. പുള്ളി ഭയങ്കര പ്രാക്ടിക്കൽ ആണെന്ന് തോന്നുന്നു. ഇത് പ്രാക്ടിക്കൽ ഒന്നുമല്ല, ഒട്ടതരാണ് വിളിച്ചു പറയുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞേ? പിന്നെ ലവ് എന്ന് പറഞ്ഞാൽ ഏത് റേഞ്ചിലുള്ള ഫീലിങ്സ് ആണെന്നറിയോ? അതിനെക്കുറിച്ച് ഇതുപോലെയൊക്കെ ആരെങ്കിലും പറയും? ബോസ് അങ്ങനെയാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പൊട്ടെന്ന് വിളിച്ചത്. ഷാജഹാൻ താജ്മഹൽ മാത്രമല്ല, വേറെ എത്രയോ കോട്ടകൾ പണിതിരിക്കുന്നു. അതെല്ലാം അദ്ദേഹത്തിന്റെ ആർക്കിടെക്ചറൽ സക്സസ് തന്നെയാണ്. പക്ഷെ ലോകം മുഴുവൻ എന്തുകൊണ്ട് താജ്മഹൽ മാത്രം ഇത്രയും ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കുന്നു? കാരണം എന്താണെന്നറിയോ? ഷാജഹാൻ മുംതാസിനോട് കാണിച്ചിരുന്ന പ്രണയമാണത്. ഈ സക്സസ് എന്ന് പറയുന്നത് ഒരാളുടെ ബ്രെയിനിലിരിക്കുന്ന കാര്യമാണ്. പക്ഷെ പ്രണയം രണ്ടു പേരുടെ മനസ്സിൽ ജനിക്കുന്ന കാര്യം. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അനാമിക. ലൈഫിൽ ജയിച്ച എല്ലാവരും ലവിൽ ജയിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ലവിൽ ജയിക്കുന്നവരൊക്കെ ഉറപ്പായിട്ടും ജീവിതത്തിലും ജയിച്ചിട്ടുണ്ടാവും. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് അനാമിക. പക്ഷെ നമ്മുടെ ബോസിന് അതറിയില്ല. അപ്പൊ നീ പറയുന്നത് ലവ് ഒരു സാധാരണക്കാരല്ലെന്നാണോ? ഉറപ്പായിട്ടും അല്ല.